കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. അതാണ് ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ആര്യപ്പം ഇത്തവണത്തെ ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDF-ന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി പാര്യക്കുണ്ടോ? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. അല്ല, LDF-ന് അത് നഷ്ടമാകും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDF-നെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ്. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് BJP-യുടെ പടയോട്ടം. ഈശ്വര, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനൊരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. വോട്ട് രേഖപ്പെടുത്തിയ 100-ൽ 50 വിജയിച്ച് BJP ഭരണം ഉറപ്പിച്ചു. ജനങ്ങളെ ഒരു വിലയില്ലാതെ കാണുന്ന ഒരു സ്വഭാവവും പ്രവൃത്തിയാണ് അന്ന് എന്റെ അടുത്ത് തന്നെ കാണിച്ചത്. നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലോ. അത് മാറ്റം വരുത്തിയാലേ ഇനി മുന്നോട്ടുള്ള പോക്ക് നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPM-ൽ പൊട്ടിത്തെറി. അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തം. സ്വാഭാവികം. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്ത്. സൂപ്പർ ജോക്ക്, അതുதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க, உதப்பானுங்க. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൌൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം. ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടാവണമെന്നില്ല. പാർലമെന്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്, നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ലോക്കൽ ബോഡീസിന് ഒരു വോട്ടിംഗ് പാറ്റേൺ. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു വന്ന CPM-നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. അയ്യോ, അതെന്ത്? അവരെ മനസ്സിലാക്കാൻ അവരിപ്പോഴും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അങ്ങനത്തെ കണക്ക് പറയും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടക്കൻ കേരളത്തിലടക്കം അക്രമം അഴിച്ചുവിട്ട CPM പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് ഫലം അതിന് ശേഷമുള്ള അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഇത് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാവും. ഈ അക്രമം കൊണ്ടൊന്നും കോൺഗ്രസിനെയോ UDF-നെയോ തോൽപ്പിക്കാന്ന് കരുതണ്ട. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കുകയാണല്ലേ. സ്ക്രാച്ച് ആൻഡ് വിൻ നടക്കും. നിങ്ങൾ കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. ഇനി വീണ്ടും മാറുവാണ് നിങ്ങൾ. ഇമേജ് കംപ്ലീറ്റ് പോകും. അതുകൊണ്ട് ഈ അക്രമം ഉപേക്ഷിക്കണം. ആയുധം താഴെ വെക്കണം. CPM ആയുധം താഴെ വെക്കണം. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. ഇനി ഞങ്ങൾ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ ഞങ്ങളും തിരിച്ചടിക്കും, ഉറപ്പായിട്ട് തിരിച്ചടിക്കും. നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?